ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് വസ്ത്രം എന്നുള്ള ഒരു വാക്കിനെ ആസ്പദമാക്കിയാണ്. നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, കുറേ സമയം കർത്താവിനെ ആത്മാവിനെ സത്യത്തിനും പാടി ആരാധിക്കുവാനും സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുവാനും മധ്യസ്ഥത ചെയ്യുവാനൊക്കെ ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് ഞങ്ങൾ പാദപീഠത്തിലിരിക്കുമ്പോൾ കർത്താവെ, അവിടത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും നിറച്ച് വചനങ്ങളെല്ലാം ഞങ്ങളെ ഹൃദയത്തിൻ്റെ മാംസപ്പലകൾ എഴുതി തരണം. സാത്താൻ ഒന്നുപോലും കൂടെ വധിക്കുന്ന വചനം വർഗിക്കളയാൻ ഇടയാകില്ലേ. ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണം. അടിയൻ്റെ കുറവുകൾ ഓർക്കരുത്. കാൽവരി ക്രൂശിൽ അടിയനെ മറിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. മർക്കോസ് 9:3 ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം ക്രിസ്തുവിൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തോന്നി. അപ്പം ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതും കൂടെ നമുക്ക് വായിക്കാം. അവിടെ പറയുകയാണ്, പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ ഉയർന്ന മലയിലേക്ക് യേശു കർത്താവ് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ദൈവത്വം അവിടെ വെളിപ്പെടുത്തി. അപ്പം ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം ക്രിസ്തുവിൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തോന്നി. പരിശുദ്ധാത്മാവ് ഈ എഴുതി വെച്ചിരിക്കുകയാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ 3 പേര് മാത്രമേ അത് കണ്ടുള്ളൂ. മറുരൂപം മലയിൽ രൂപാന്തരപ്പെട്ട് ആ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ ആ വെളുപ്പിനെ അവിടെ കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കും അത് ആത്മാവിൽ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി. നല്ല കാര്യം, ശരി. അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി പാവത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി ശോഭിരാമി ദൈവസ്ത്രം ആഭരണമായി നൽകി. യേശു എന്നാടിസ്ഥാനം ആശയാവനീരത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പാട്ടുകാരൻ പാടി, പാപത്താൽ എന്നിൽ വന്ന ശാപത്തിൻ്റെ കറകളെല്ലാം മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ഇന്ന് ലോകമെമ്പാടും ക്രിസ്തു മതത്തിലെ കോടാനുകോടി ക്രിസ്തു മതക്കാരുണ്ട്. എന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എല്ലാവരും പാപികളാണ്. ലോകത്തിൽ ജനിച്ചവർ നീതിമാന്മാരാരുമില്ല, എല്ലാവരും പാപികളാണ്.
പാപത്താൽ നമ്മളിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ക്രിസ്തു മതത്തിൽ ആയിരിക്കുന്ന ആളുകളിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി കർത്താവ് തന്നു. പാട്ടുകാരൻ പാടിയത് എന്താണ്? യേശു എന്നടിസ്ഥാനം ആശ അവനിലത്രേ, ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ. ഇന്ന് ക്രിസ്തു മതത്തിലായിരിക്കുന്ന നമുക്കറിയാം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ പൂർണ്ണത അനേകർ യേശുവിലല്ല കാണുന്നത്. അനേകരെ ദേവാലയത്തിലാണ് കാണുന്നത്, അനേകരെ ശുദ്ധിമാന്മാരിലും ശുദ്ധിമതികളിലുമാണ് കാണുന്നത്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ആശ്വാസത്തിന്റെ പൂർണ്ണത യേശുവിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ നമുക്കും നമ്മുടെ അടിസ്ഥാനം യേശു അടിസ്ഥാനമായി അവനിൽ ആശ വച്ച് ആശ്വാസത്തിന്റെ പൂർണ്ണത യേശുവിൽ കണ്ട് കടന്നു വന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പാപത്താൽ വരുന്നതായ ശാപക്കറകൾ മാറ്റി ശോഭിത നീതിവസ്ത്രം ആഭരണമായി നൽകുന്ന ക്രിസ്തു യേശു ഇന്നും നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് അല്ലെങ്കിൽ ആ ലോകമെമ്പാടുമുള്ള ക്രിസ്തു മതത്തിലെ ആളുകൾക്ക് ഈ ശോഭിത നീതി വസ്ത്രം കിട്ടിയോ? നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, കള്ളന്മാർ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്, നല്ല കാര്യമാണ്. അവിടെ നമ്മളിന്ന് വസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കള്ളന്മാർ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി ഇട്ടിരിക്കുന്നതായ അവസ്ഥ ഇതൊരു വ്യക്തിയുടെ മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടുമുള്ളതായ അനേകം ആളുകളുടെ അവസ്ഥയാണ്. ഇന്നും ഈ കള്ളന്മാരുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് ഈ കള്ളൻ കടന്നു വരും. ഈ കള്ളൻ പിശാചാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം, സമാധാനം, ആരോഗ്യം, വരുമാനം ഒക്കെയും ഇവൻ അർത്ഥമൂടിച്ച് മോഷ്ടിക്കുന്നവനാണ്. ഇവിടെ കണ്ടു, കള്ളന്മാർ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വ്യക്തി അർത്ഥപ്രാണനായി മാറി. ഇന്നും അനേകം ആളുകൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ് പകുതി പ്രാണൻ മാത്രമുള്ളവരായി നിരാശപ്പെട്ട് ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ ഇല്ല എന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഇന്നും അനേകം ആളുകൾ ഈ കള്ളന്മാർ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ട ആ മനുഷ്യന് തുല്യനല്ലേ? എന്നാൽ അവിടെ നമുക്ക് കാണുന്നുണ്ട്, ഈ അർത്ഥപ്രാണനെ, കള്ളന്മാർ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച അർത്ഥപ്രാണനെ ആദ്യം കാണുന്നത് പള്ളിയിലച്ഛനാണ്. പള്ളിയിലച്ഛൻ കണ്ടിട്ട് മാറി കടന്നുപോയി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തൊട്ടുപുറകെ കപ്പ്യാരച്ഛനാണ് കാണുന്നത്. അദ്ദേഹവും ഇവനെ കണ്ടിട്ട് മാറി കടന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്നും അനേകര് ഇപ്രകാരം അർത്ഥപ്രാണരായി ജീവിക്കുമ്പോൾ അനേകര് ഈ പുരോഹിതന്മാരെയും ലേവ്യനെയും ഒക്കെ കാണുന്നുണ്ട്. അവരെല്ലാം കണ്ടിട്ട് മാറിക്കടന്നു പോവുകയാണ്. അവരുടെ അർത്ഥപ്രാണന്റെ അവസ്ഥയ്ക്ക് മുഴുപ്രാണനാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ യേശു കർത്താവോട് പറയുന്നു, ആ വഴിയായി ശമറിയാക്കാരൻ കടന്നു വരികയാണ്. ശമറിയാക്കാരൻ ഇവനെ കണ്ട ഉടനെ മനസ്സിലിഞ്ഞ് ഇവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് മുറിവുകളെ കെട്ടി എണ്ണയും മീഞ്ഞും പകർന്ന് അവനെ വാഹനത്തിൽ കൊണ്ടുപോയി വഴിയമ്പലത്തിലാക്കി എന്നിവിടെ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ ആത്മീയ അർത്ഥം? ഇന്നും ഇതുപോലെ തന്നെയല്ലേ? ഈ നല്ല ശമറിയാക്കാരൻ ആരാണ്? നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി മരിച്ച നല്ല ശമറിയാക്കാരൻ ഇന്നും നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഇന്ന് ഈ കള്ളന്മാരെ പോലെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച അവസ്ഥയിൽ അർത്ഥപ്രാണരായി ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നെങ്കിൽ ദൈവബദലെ 100% ഉറപ്പോടെ ഞാൻ പറയട്ടെ, ഈ നല്ല ശമറിയാക്കാരന് മാത്രമേ നിന്റെ മുറിവുകളെ കെട്ടാൻ കഴിയുകയുള്ളൂ. ആ നല്ല
സമറിയാക്കാരന്റെ കയ്യിൽ മാത്രമേ നിന്റെ മുറിവുകളെ കെട്ടുന്നതായ എണ്ണയും മീഞ്ഞും കൈവശമുള്ളൂ. കൈവശം എണ്ണയും മീഞ്ഞുമില്ലാത്ത ആർക്കും തന്നെ മുറിവുകളെ കെട്ടാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ നല്ല സമറിയാക്കാരൻ ഇന്ന് എണ്ണയും മീഞ്ഞുമായി എന്നെ നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ കടന്നു വന്നിരിക്കുകയാണ്. അത് തന്നെയുമല്ല, ഈ നല്ല സമറിയാക്കാരൻ എന്നെ നിങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നവനാണ്. എന്നെ നിങ്ങൾക്ക് ബാക്കി അർത്ഥപ്രാണനും കൂടെ തരുവാൻ വേണ്ടി എന്നെ നിങ്ങളെ കൊണ്ടുപോയി വഴിയമ്പലത്തിലാക്കും. ഇന്ന് ഈ വഴിയമ്പലം ഏതാണ്? ഇന്ന് പിതാവിന്റെയും പുത്രന്റെയും കൂട്ടായ്മയാണ് ഈ വഴിയമ്പലം. ഇന്ന് ഈ വഴിയമ്പലത്തിൽ കടന്നു വന്നിരിക്കുന്ന ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ഈ ജീവിതത്തിൽ കള്ളന്മാർ വസ്ത്രമടിച്ച് അർത്ഥപ്രാണനായി കിടന്നൊരു കാലം നമുക്കില്ലായിരുന്നോ? ഈ നല്ല സമറിയാക്കാരൻ എൻ്റെ നിങ്ങളെ കണ്ടാൽ അവൻ വഴിമാറി കടന്നു പോകുന്നവനല്ല. അവൻ മനസ്സലിഞ്ഞരികെ വന്ന് എണ്ണയും മീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി വഴിയമ്പലത്തിലാക്കുന്നവനാണ്. ഞാൻ രണ്ടാമത്തെ വസ്ത്രത്തിന്റെ അവസ്ഥ നോക്കാം. സക്കറിയാ പ്രവചനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. സക്കറിയാ പ്രവചനം 3-ാം അധ്യായം 1-ാം. അനന്തരം അവനെനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചത്. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. സക്കറിയാ പ്രവാചകൻ പറയുകയാണ്, യോശുവ എന്ന മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നു. സാത്താൻ അത് കണ്ടിട്ട് കുറ്റം ചുമത്തി. ഇന്ന് ഇതിന് പ്രസക്തിയുണ്ടോ? അതായത് ഇന്നും ഇതിന് പ്രസക്തിയുണ്ട്. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നെ നിങ്ങളെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി നമ്മുടെ കർത്താവ് ഒരുങ്ങുമ്പോൾ നമ്മൾ പാടിയില്ലേ, നമ്മൾ പാടാറില്ലേ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതമ്പോൾ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതമ്പോൾ. ഉയർത്തത്തിൽ നിന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ ശത്രുകാവുന്ന സാത്താൻ ദൈവസന്നിധിയിൽ വാദിക്കുകയാണ്. ഉയർത്താൻ പറ്റത്തില്ല. കാര്യം സാത്താൻ കുറ്റം ചുമത്തുന്നത് ഇല്ലാതാക്കണം. ഇന്ന് അനേകം ആളുകളുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുകയാണ്. തേജസ്സിൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നവരെ കുറിച്ച് യെശയ്യാ 1:15 പറയുന്നുണ്ട്, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും കർത്താവ് കേൾക്കുകയില്ല, കഴുകി പിടിപ്പാക്കുകയില്ല. പിന്നെ 3-ാമത്തെ വസ്ത്രത്തെക്കുറിച്ച് വായിക്കാം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വാക്യം. പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അവിടെ പറയുകയാണ്, ദൈവം വെറുക്കുന്ന വസ്ത്രം എന്താണ്? പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നത്, സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കുന്നത്. ഇന്ന് ന്യൂജൻ തലമുറയിലേക്ക് കടന്നു വരുമ്പോൾ പുരുഷന്റെ വസ്ത്രം സ്ത്രീകളാണ് കൂടുതൽ ധരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുക, നേഴ്സുമാരെല്ലാം പാൻറ് ഷർട്ടുമാണ്. എവിടെ
കാര്യം പണ്ട് പുരുഷന്മാർ മാത്രം ധരിച്ചിരുന്നതാണ് പാൻറ് ഷർട്ടും അല്ലേ. ഇന്നിപ്പോൾ അതേ സ്ഥാനത്ത് പാൻറ് ഷർട്ടും സ്ത്രീകളെല്ലാം ഷർട്ടാണ് ധരിക്കുന്നത്. ഈ ആശുപത്രിയിലൊക്കെ കാണുന്നില്ല പറയാം അല്ലേ. കാരണം ദൈവം വെറുക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ യൂണിഫോം ആക്കിയതുകൊണ്ട് ഒരു ജോലി ചെയ്യുന്ന നേഴ്സിന് ദൈവം വെറുക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇടാതിരിക്കാൻ പറ്റും അല്ലേ. പക്ഷെങ്കിൽ അതുവരെയും ഈ ലോകത്തിൻ്റെ അധിപൻ, ഈ ലോകം ഭരിക്കുന്ന സാത്താന് ഈ വചനത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇന്ന് ക്രിസ്തീയ ആശുപത്രികളിൽ പോലും പുരുഷന്റെ വസ്ത്രമാണ് സ്ത്രീ ധരിക്കുന്നത് അല്ലേ. സ്ത്രീയുടെ വസ്ത്രവും പുരുഷൻ ധരിക്കുന്നു ഉണ്ട് അല്ലേ. ഇന്ന് പുതുമയിൽ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം അനേകര് പുരുഷന്മാർ ധരിക്കുകയാണ്. അത് ദൈവത്തിന് വെറുപ്പാണെന്നാണ് വചനം പറയുന്നത്. ഇനി 4-ാമത്തെ അവസ്ഥ, സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം കൊണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റ് വരുന്നു. അവൾ മോഹപരവശിയും തന്നിഷ്ടക്കാരനെയുമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. അവിടെ പറയുകയാണ്, പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചൊരു സ്ത്രീയെ കുറിച്ച് അവിടെ പറയുകയാണ്. അപ്പം നമ്മൾ ഓർക്കുമായിരിക്കും അവിടെ ഡ്രസ് കോഡ് ഉണ്ടോ വേശ്യാവസ്ത്രം എന്നുള്ളത്. ഇത് സാത്താൻ ധരിപ്പിക്കുന്ന ഒരു വസ്ത്രമാണ്. ഈ വേശ്യാവസ്ത്രം ധരിച്ച് സാത്താൻ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ ആരായി മാറുകയാണ്? മോഹപരവശയും തന്നിഷ്ടക്കാരിയുമായി അവിടെ കാല് വീട്ടിൽ ഒരിക്കലും അടങ്ങിയിരിക്കാത്ത രീതിയിൽ അവള് വേശ്യാവൃത്തിയിലേക്ക് മാറിപ്പോവുകയാണ് അല്ലേ. നമുക്കറിയാം, വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാം. അവളെ അനേക പള്ളിപ്രമാണിമാരെല്ലാവരും കൂടെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതൊക്കെ നമുക്കറിയാം. അപ്പം ഇത് വേശ്യാവസ്ത്രം സാത്താൻ ധരിപ്പിച്ചു കഴിയുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ച് ലജ്ജയാണ് പറയുവാനുള്ളത്. ഇന്ന് കോളേജിൽ പഠിക്കുന്ന എത്രയോ പിള്ളേർ, 18-20 വയസ്സുള്ള പിള്ളേരൊക്കെ എത്ര അബോർഷൻസ് വരെ നടത്തുന്നുവെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം സാത്താൻ ഈ വേശ്യാവസ്ത്രം തയ്ച്ച് കൈവച്ചിരിക്കുകയാണ്. അനേക സ്ത്രീകളെ, പെൺകുട്ടികളെ ഈ വേശ്യാവസ്ത്രം സാത്താൻ ധരിപ്പിക്കുകയാണ്. ഈ വേശ്യാവസ്ത്രം സാത്താൻ ധരിപ്പിക്കുമ്പോൾ അവൾ മോഹപരവശയാകും, അവൾ തന്നിഷ്ടക്കാരിയാകും, മാതാപിതാക്കളെ അനുസരിക്കാത്തവളായി മാറും. അവൾ വീട്ടിൽ അവിടെ കാല് അടങ്ങിയിരിക്കുകയില്ല. താഴോട്ട് വായിക്കുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എന്നാൽ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. വസ്ത്രത്തെക്കുറിച്ച് 1 പത്രോസ് 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. അപ്പൊ അവിടെ പറയുന്നത് വസ്ത്രം ധരിക്കുന്നതല്ല എന്നുള്ളതല്ല, പുറമേ ഉള്ള വസ്ത്രത്തിലല്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എന്താണ്? സൗമ്യത, സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടക്കിയിരുന്നത്. അത് പണ്ടത്തെ കാര്യമാണ്. പത്രോസ് എഴുതുകയാണ്. അവിടെ സ്ത്രീകളെ കുറിച്ചാണ് എഴുതുന്നത്. അവർക്ക് പുറമേയുള്ള വസ്ത്രത്തിലല്ല, സൗമ്യത, സാവധാനതയുള്ള മനസ്സ്, ദൈവത്തിലെ പ്രത്യാശ. അവരെ വിളിക്കുന്നത് വിശുദ്ധ സ്ത്രീകളെന്നാണ്. അവര് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇത് വല്ലതും പറയാനായിട്ട് പറ്റുമോ? കാര്യം ഇന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇന്ന് പോകുന്നത്. ഇന്ന് വിശുദ്ധ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണോ? ഇന്ന് ന്യൂജൻ കാലഘട്ടമാണ്. ഭർത്താക്കന്മാർക്ക് മുഴുവനായി കീഴടങ്ങുന്ന സ്വഭാവം ആർക്കും തന്നെയില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, എന്താണ്? അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. അവിടെ പറയുകയാണ്, സാറ ഭർത്താവിനെ യജമാനനെ എന്ന് വിളിച്ച് അനുസരിച്ച് നിന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇന്ന് അതുപോലെ നടക്കുന്ന കാര്യമല്ല ആണോ? എന്നാൽ നടക്കും. അതായത്
ഇന്ന് ഞാനും നിങ്ങളും ഈ വചനം പഠിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രം പുറമേ ഉള്ളതല്ല, സൗമ്യത, സാവധാനതയുള്ള മനസ്സ്, ദൈവത്തിലെ പ്രത്യാശ, അവർ വിശുദ്ധ സ്ത്രീകളായി കർത്താവിന് കീഴടങ്ങിയിരിക്കുന്നവർ. 5-ാമത്തെ വസ്ത്രം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. അവിടെ പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ച് നടന്ന് ആഡംബരത്തോടെ ദിനംപ്രതി സുഖിച്ച് വന്നിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തില് അവിടെ പള്ളിയിൽ വരുന്നതായ 2 പേരുടെ കാര്യം എഴുതിയിരിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രൻ വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? അവിടെ പറയുകയാണ്, നിങ്ങളുടെ പള്ളിയിലെ പൊന്മോതിരം ഇട്ട് മോടിയുള്ള വസ്ത്രം ധരിച്ച് ഒരു ധനികനായ മനുഷ്യൻ വരുമ്പോൾ ആളുകൾ പറയും, അച്ചായ സുഖേന ഇരുന്നാൽ. അച്ചായന്റെ ഇരിപ്പിൽ പോലും അച്ചായന് ഒരു ബുദ്ധിമുട്ട് വരരുത്. വസ്ത്രം ഒരിക്കലും ഉടയുകയോ ചുളിയുകയോ ഒന്നും ചെയ്യരുത്. കാരണം അച്ചായന്റെ വിലയേറിയ വസ്ത്രമാണ്, അല്ലേ? മോടിയുള്ള വിലയുള്ള വസ്ത്രമാണ്. എന്നാൽ ആ പള്ളിയിൽ തന്നെ വേറൊരു ഇടവക്കാരൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വരുമ്പോൾ അവനോട് പറയുന്നത് എന്താണ്? ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ അച്ചായന്റെ കാൽ കീഴെ ഇരിക്കാനാണ് പറഞ്ഞത്. ഇത് എന്താണ് ഇങ്ങനെ യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറയാൻ കാരണം? അതിന്റെ 5-ാം വാക്യത്തിലേക്ക്, യാക്കോബ് 2:5 കടന്നു വരുമ്പോൾ, പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിനെ തിരഞ്ഞെടുത്തില്ലയോ? അവിടെ പറയുകയാണ്, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കാൻ തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലായി. ധനവാൻ പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചപ്പോൾ പടിപ്പുര വാതിക്കൽ കിടന്നതായ ലാസർ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനായ ലാസർ, അവൻ വിശ്വാസത്തിൽ സമ്പന്നനാണെന്നും ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നും ഈ ധനവാന്, പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ധനവാന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഖേദകരമായ സംഗതി. എന്നും ഇപ്രകാരം തന്നെയാണ്. യേശു കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും ചെറിയവരുടെ വിശപ്പിനും ദാഹത്തിനും നഗ്നതയ്ക്കും കൊടുക്കുന്നവരെ കുറിച്ച് അവിടെ പറയുന്നില്ലേ? യേശു കർത്താവിനോട് അനേകർ പറയുന്നില്ല, അയ്യോ നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന്. എന്നാൽ യേശുവിൻ്റെ ഏറ്റവും ചെറിയവര് ഇന്ന് ലോകമെമ്പാടുമുണ്ട്. ഇന്ന് അവരെയാണ് ഭൂമിയിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുവാനും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള രാജ്യത്തിന് അവകാശികളാക്കുവാനും സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മൾ ക്രിസ്തുവും വസ്ത്രവും എന്നൊരു വിഷയമാണ് ചിന്തിച്ചത്. നമ്മൾ കണ്ടു, ഭൂമിയിൽ ഒരു അലക്കുകാരന് വെളുപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം ക്രിസ്തുവിൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തോന്നി. മറുരൂപ മലയിൽ പത്രോസും യോഹന്നാനും അതുപോലെ യാക്കോബും കണ്ടതായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കണ്ടു. എന്നാൽ പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നമ്മുടെ കർത്താവ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് 4 അവസ്ഥകൾ നമ്മൾ കണ്ടു. കള്ളന്മാർ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി കിടക്കുന്ന ആളുകൾ, സാത്താൻ കുറ്റം ചുമത്തുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവർ, ദൈവം വെറുക്കുന്ന വസ്ത്രം, പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രവും പുരുഷനും ധരിക്കുന്നത്,
വേശ്യാവസ്ത്രം സാത്താൻ ധരിപ്പിച്ച് അനേക യവനക്കാരികളെ മോഹപരവശയും തന്നിഷ്ടക്കാരിയും കാല് വീട്ടിലടങ്ങിയിരിക്കില്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടു ധനവാന്റെ പട്ടും ധൂമ്ര വസ്ത്രവും മൂടിയുള്ള വസ്ത്രവും. ഇനിയും നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 38-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 13-ാമത്തെ വാക്യം. അമ്മായിപ്പൻ തന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിന്മയ്ക്ക് പോകുന്നു എന്ന് താമാറിന് അറിവ് കിട്ടി. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദ്യുതി വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടി ഉറച്ച് തിന്മയ്ക്ക് പോകുന്ന വഴിയുള്ള എനയും പട്ടണത്തിന്റെ ഗോപുരത്തിൽ ഇരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നതുകൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. അവൾ വഴിയരികെ അവളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് തന്റെ മരുമകൾ എന്നറിയാതെ വരിക, ഞാൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ഈ സംഭവമൊക്കെയും വീട്ടിൽ ചെന്ന് ഉൽപ്പത്തി 38 വായിക്കണം. വല്ല നൂറ്റാണ്ടിലും അല്ലേ നമ്മളിന്ന് വായിക്കുന്നത്. കാരണം നമ്മുടെ യാക്കോബ്, അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ കാര്യം അവിടെ പറയുകയാണ്. അല്ല, യാക്കോബിൻ്റെ മകൻ യഹൂദയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. യഹൂദയുടെ മൂത്ത മകൻ്റെ ഭാര്യയാണ് താമാർ. താമാറിൻ്റെ ഭർത്താവ് യഹൂദയുടെ മൂത്ത മകൻ മക്കളില്ലാതെ മരിച്ചുപോയി. അന്നത്തെ സിസ്റ്റം അനുസരിച്ച് ദേവരധർമ്മം എന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ മകനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചു. യഹൂദയുടെ രണ്ടാമത്തെ മകനെ കൊണ്ട്. അവനും മക്കളില്ലാതെ മരിച്ചുപോയി. പിന്നെ യഹൂദയ്ക്ക് ഒരു കൊച്ചു മകനുണ്ടായിരുന്നു, ഇളയ മകൻ. അവന് കല്യാണപ്രായമായില്ല. അവൻ ഹൈസ്കൂളിലോ എങ്ങാണ്ട് പഠിക്കുന്ന പ്രായമേ ആയിട്ടുള്ളൂ. അപ്പോൾ അമ്മായിപ്പന് യഹൂദ പറഞ്ഞു, എടി താമാറെ, നീ ഒരു കാര്യം ചെയ്ത്, നീ ഇപ്പോൾ വിധവയാണ്, നീ വൈദവ്യ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നീ നിൻ്റെ വീട്ടിൽ പൊക്കൂ. ഈ ഇളയ മകൻ ശേല അവൻ പ്രായപൂർത്തിയാകുമ്പോൾ, കല്യാണപ്രായമാകുമ്പോൾ അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കും. അങ്ങനെയെല്ലാം വാക്ക് പറഞ്ഞ് അമ്മായിപ്പനാകുന്ന യഹൂദ ഈ മരുമകളെ അവിടെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പം ഈ ശേല വർഷങ്ങൾ കഴിഞ്ഞു. യഹൂദയുടെ ഇളയ മകന് ശേലയ്ക്ക് കല്യാണപ്രായമായി. അപ്പം അമ്മായിപ്പൻ എന്ത് ചെയ്തു? ന്യൂട്രൽ ഒരു കളി അങ്ങ് കളിച്ചു. ഇനിയിപ്പം ഇവളെ കൊണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ ഇളയ മകനേക്കാൾ എത്രയോ വയസ്സിന് മൂത്തതാണ് ഈ താമാർ. അത് തന്നെയല്ല, ഇളയ പയ്യന് നല്ല ആലോചനയൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് ആ കല്യാണമൊക്കെ നടത്താതെ യഹൂദ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയ സമയത്ത് ഇവൾക്കൊരു അറിവ് കിട്ടി. ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് അമ്മായിപ്പൻ വരുന്നുണ്ട് എന്നുള്ളതായ വിവരം. അവൾ എന്ത് ചെയ്തു? അവളുടെ വൈദവ്യ വസ്ത്രം മാറ്റി വെച്ചിട്ട് അവളൊരു മൂടുപടം ധരിച്ച് ഈ യഹൂദ വരുന്നതായ വഴിയിൽ അവൾ വന്ന് അവളാണെന്നറിയാതെ മൂടുപടം മുഴുവനായി മുഖത്തിട്ട് ഇങ്ങനെ ഇരുന്നു. യഹൂദ ഇത് മരുമകളാണെന്നറിയാതെ ഇത് വേശ്യാസ്ത്രീയാണെന്നറിഞ്ഞ് അവളെ സമീപിക്കുകയാണ്. അപ്പം അവൾ പറഞ്ഞു, എനിക്ക് അപ്പം യഹൂദ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പം തരാൻ പണമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ കയ്യിലുള്ളത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ എന്ത് ചെയ്തു? യഹൂദയുടെ വടിയും മോതിരവും ഇവർക്ക് പണയം വെച്ചു. അങ്ങനെ ഇവള് അമ്മായിപ്പനാൽ ഗർഭിണിയാകുകയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവമൊക്കെയും ആ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യഹൂദ എന്ന അമ്മായിപ്പൻ എന്ത് ചെയ്തു? അവളെ കൊല്ലണം, അവള് മാടയ കോടയാണ്, ഞാൻ എൻ്റെ ഇളയ മകന് കല്യാണം ആലോചിക്കാൻ ഇരുന്നപ്പോഴാണ് അവൾ ഈ വൃത്തികളൊക്കെ കാണിച്ചത്, അവൾ എന്നാണേലും അവളെ കൊല്ലണമെന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്തു? അവളെ വിസ്തരിക്കാൻ വേണ്ടി ആൾക്കാർ അന്നത്തെ ന്യായാധിപ സഭയുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഇവൾ ഈ വടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് വന്നത്. അമ്മായിപ്പൻ കൊടുത്തതായ വടിയും മോതിരവും ഒക്കെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അവൾ പറയുകയാണ്, ഇതിൻ്റെ ഉടമസ്ഥനാലാണ് ഞാൻ ഗർഭിണിയായിരിക്കുന്നതെന്ന്. അപ്പോൾ അവളെക്കുറിച്ച് അമ്മായിപ്പൻ പറയുകയാണ്, യഹൂദ പറയാണ്, ഇവൾ എന്നിലും നീതിയേറിയവൾ എന്നാണ് മരുമകളെക്കുറിച്ച് അവിടെ പറയുന്നത്.
അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ കല്യാണത്തിന് പാടാൻ നല്ലൊരു പാട്ടും കിട്ടിയില്ലേ? മൂടുപടം വടിമോതിരം ഇവയാൽ താമാർ വിജയം സമ്പാദിച്ചു. കേൾക്കാറുണ്ടോ? കേട്ടിട്ടുണ്ട്. ചരിത്രം ക്രിസ്ത്യാനികളായ ആർക്കും തന്നെ അറിയത്തില്ല. കാര്യം അവള് മൂടുപടവും വടിയും മോതിരവും ഇവ മൂന്നുകൊണ്ടാണ് അവള് വിജയം നേടി. ഇത് അവിടെ കൈവശമില്ലായിരുന്നെങ്കിൽ അവളെ അന്ന് ചുട്ടുകളഞ്ഞേനെ. അപ്പം അതിൽ നിന്ന് അവൾ ഇത് വിജയം നേടിയത് ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പാടുന്നത് മൂടുപടം വടി മോതിരം ഇവയാൽ താമാർ വിജയം സമ്പാദിച്ചു. ബാക്കി കല്യാണപ്പാട്ടൊക്കെ വീട്ടിൽ ചെന്ന് പാടുക. അപ്പം നമ്മൾ കണ്ടു, സാത്താൻ കുറ്റം ചുമത്തുന്ന നമ്മളിലുള്ള മുഷിഞ്ഞ വസ്ത്രം, കള്ളന്മാർ അടിച്ച വസ്ത്രം, വേശ്യാവസ്ത്രം, വൈദവ്യ വസ്ത്രം, പട്ടും തൂമറവും മോടിയുള്ള വസ്ത്രം, ദൈവം വെറുക്കുന്ന വസ്ത്രം, ഇവയെല്ലാം മാറി വെണ്മ വസ്ത്രം ധരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങളും ദൈവം ചെയ്യുന്ന 4 കാര്യങ്ങളും ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിക്കും. വെണ്മ വസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമരിൽ, വെണ്മ വസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമരിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ബുദ്ധിയുള്ള നിർമ്മല കന്യകേ പോൽ ഒരുങ്ങുന്നേ, ബുദ്ധിയുള്ള നിർമ്മല കന്യകേ പോൽ ഒരുങ്ങുന്നേ. വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമത്തിൽ ചേർന്ന് കർത്താവിനെ എതിരേൽക്കുവാൻ ഞാനും നിങ്ങളും ബുദ്ധിയുള്ള നിർമ്മല കന്യകയാകണമെങ്കിൽ നമ്മൾ ഒരുങ്ങണം. അതിന് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ട കാര്യം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമ്മുടെ വസ്ത്രം അലക്കി വെളുപ്പിക്കണം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ പറയുകയാണ് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ നമ്മൾ ഓർക്കുമായിരിക്കും ഇല്ലേ, ഇപ്പം ഇന്നൊക്കെ വാഷിംഗ് മെഷീനൊക്കെ ആയി. പണ്ട് ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഇവിടെ നിന്ന സമയത്ത് ഞാൻ 7-ലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഞാൻ ശനിയാഴ്ച അലക്കുമായിരുന്നു. അന്ന് വീട്ടിലെ പൈപ്പൊന്നുമില്ല. 24 അരഞ്ഞാണം ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കപ്പി കയറ് ഉപയോഗിച്ച് വെള്ളം കോരി കുതിർത്ത് വെച്ച് അലക്കുകല്ലിൻ്റെ അവിടെ കൊണ്ട് അലക്കി എല്ലാം കഴുകി ഉണക്കി വൈകിട്ട് ചിരട്ട കത്തിച്ച് ഇസ്തിരിയിട്ട് വെക്കുന്നതായ സ്വഭാവം 7-ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. പിന്നീട് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഭാര്യയൊക്കെ അലക്കി തരാൻ തുടങ്ങി. എന്നാൽ ചില സമയത്തൊക്കെ മേലാന്തപ്പോൾ അവൾ പറയും, ഇന്ന് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ വാഷിംഗ് മെഷീനിൽ അലക്കിക്കൊണ്ട്, ഞാൻ സോപ്പിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം സോപ്പിട്ട് വസ്ത്രം ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ പോയി 3 പ്രാവശ്യം അത് അലക്കി. ഇവിടെ എന്താ വായിച്ചത്? വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും ഓർക്കുന്നുണ്ട്, എന്നാൽ ഇനി ഞാൻ ഭാഗ്യവാനാകണമെങ്കിൽ എൻ്റെ വസ്ത്രം ഞാൻ തന്നെ അലക്കണമല്ലോ. വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-14. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. വെളിപ്പാട് 7-14. അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അവിടെ പറയുകയാണ് ഇവരാരാണ്? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അവരെന്താണ് ചെയ്യുന്നത്? അവരെ യേശു ക്രിസ്തുവിന്റെ രക്തത്തില് വസ്ത്രം അലക്കി വെളുപ്പിക്കാൻ കടന്നു വന്നവരാണ്.
ഇന്ന് നമ്മൾ പാടിയതുപോലെ പാപത്താൽ നിറയപ്പെട്ട ശാപക്കറകൾ വന്നതായ എൻ്റെ നിങ്ങളുടെയും വസ്ത്രത്തിൻ്റെ ശാപക്കറകൾ മാറ്റുവാൻ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും എബ്രായർ 12:24 പറയുന്ന പുതിയ നിയമ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പുതിയ നിയമ മധ്യസ്ഥൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ക്രൂശിച്ചൊരിഞ്ഞ പരിശുദ്ധ രക്തവുമായിട്ടാണ്. ഇന്ന് നമുക്ക് നമ്മുടെ വസ്ത്രം ആ തിരുരക്തത്തിലൊന്ന് അലക്കി വെളുപ്പിക്കാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാടി രക്തത്തിൽ പൂർണ്ണാശ്രയ ഈ നിമിഷം താൻ കൃപതന്നിൽ വെച്ച ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഭീമമ്പോൾ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ. ഇവിടെ കണ്ടു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കടന്നു വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വസ്ത്രമലക്കി വെളുപ്പിച്ച് ഭാഗ്യവാന്മാരാണ്. ഇന്ന് ഇവിടെ തന്നെ നമുക്ക് ഭാഗ്യാവസ്ഥ അറിയാൻ പറ്റും. എന്നാലും നിത്യത ചെല്ലുമ്പോഴാണ് ബാക്കി ഭാഗ്യാവസ്ഥ മുഴുവൻ അറിയുന്നത്. ഇന്ന് ഇവിടെ കടന്ന ദൈവമക്കളൊക്കെയും അല്ലേ 15-16 കിലോമീറ്റർ ദൂരെ നിന്ന് കടന്ന ദൈവമക്കളുണ്ട്. കഷ്ടം സഹിച്ചു നിന്ന് തന്നെ വന്നവരുണ്ട്. നമ്മൾ മുമ്പ് കണ്ടു ധനവാനായ ലാസറിന്റെ ഭൂമിയില് ധനവാന്റെ ജീവിതത്തിൽ ഒരു കഷ്ടവുമില്ലായിരുന്നു. 71 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിത്യ സ്വസ്ഥത അനുഭവിച്ച സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതായ ധനവാനെ കുറിച്ച് അവിടെ പറയുകയാണ്. അവര് മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. അവര് നിത്യം സ്വസ്ഥത അനുഭവിക്കുകയാണ്. ഒരു രോഗം പോലും അവർക്ക് വരുന്നില്ല. എന്നാൽ എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒന്നിനു പുറകെ രോഗങ്ങൾ കടന്നു വരുന്നുണ്ടോ? നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. യേശു കർത്താവ് പോലും വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന്. ഇന്ന് യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ പാപം മാറ്റുവാൻ, നമ്മുടെ ശാപം മാറ്റുവാൻ, നമ്മുടെ രോഗം മാറ്റുവാൻ അത്ഭുത ശക്തിയുണ്ടെന്ന് വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറന്നു കിട്ടിയ ദൈവമക്കൾക്കാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് യേശുവിൻ്റെ രക്തം ഇവിടെ തളിക്കപ്പെടുമ്പോൾ, യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് യേശുവിൻ്റെ രക്തത്തിലെ സൗഖ്യം ഇന്ന് ഞാൻ അനുഭവിക്കും. ഇന്ന് യേശുവിൻ്റെ രക്തം ഇന്ന് എൻ്റെ രോഗം മാറ്റുന്ന രക്തമാണ്, ഇന്ന് എൻ്റെ പാപം മാറ്റുന്ന രക്തമാണ്, ഇന്ന് എൻ്റെ ശാപം മാറ്റുന്ന രക്തമാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടതായ കാര്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം അധ്യായം. യേശുവിന്റെ അടുക്കൽ വന്ന ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൂട്ടും ഇരിക്കുന്നത് മതി. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം യേശു ക്രിസ്തുവിന്റെ അടുക്കൽ സുബോധം കൊണ്ട് വസ്ത്രം ധരിച്ച് വരണം. 6000 ഭൂതം ബാധിച്ച മനുഷ്യനെ കുറിച്ച് അവിടെ പറയുകയാണ്. അവൻ വസ്ത്രം ധരിക്കാതെ കല്ലറകളിൽ കൂടി അല്ലേ അവനെ ബന്ധിക്കുവാൻ ചങ്ങല ഇട്ടാൽ പോലും അവന് ആ ചങ്ങല ഇങ്ങനെ 2 കൈ കൊണ്ട് എന്ത് ചെയ്യും? അവൻ പൊട്ടിച്ചു കളയും. അത്ര പവർഫുള്ളായിരുന്നു അവൻ. 6000 ഭൂതമായിരുന്നു അവനിൽ ഉണ്ടായത്. എന്നാൽ യേശു കർത്താവ് അവനെ കണ്ട് അവനിലെ ഭൂതങ്ങളെ എല്ലാം പുറത്താക്കിയത് നമുക്ക് അവിടെ കാണാൻ സാധിക്കാം. അപ്പം ഒരു വ്യക്തിയിലെ ഭൂതങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് യേശുക്രിസ്തു മാറ്റുമ്പോൾ അവനുണ്ടാകുന്നതാണ് സുബോധമെന്ന് പറയുന്നത്. നമ്മൾ പറയും നമ്മുടെ മക്കളൊക്കെ നല്ലവരാണ് ഒക്കെ നമ്മൾ പറയും, ശരിയാണ്, നല്ലവരൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ ദൈവിക സുബോധമുള്ളവർ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ദൈവിക സുബോധത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, ദൈവിക സുബോധം ലഭിച്ച ഒരാള് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കും എന്നുള്ളതാണ്. അതൊരു ബോർഡ് പരിപാടിയൊന്നുമല്ല. ഇന്ന് 1 മണിക്കൂർ സമയം നമ്മളോട് ദൈവം പറയാം. നമ്മൾ ആരുടെ അടുക്കലാണ് ഇരിക്കുന്നത്? യേശുവിൻ്റെ അടുക്കലാണ്. മർക്കോസ് 3:13 ഇപ്രകാരം പറയുന്നു, യേശു ക്രിസ്തു ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു എന്നാണ്.
യേശുക്രിസ്തുവിന് ഒരാളെ ബോധിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തം യേശുവിനെ കൊണ്ട് കഴുകിക്കാൻ ആ വ്യക്തി സമ്മതിക്കണം. ഇന്ന് അനേകം ആളുകൾ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും യേശു ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശുവെ എന്നെ കഴുകണമേ എന്ന് അനേകർ ആവശ്യപ്പെടാറില്ല. അവർക്കറിയില്ല, അവർക്ക് സുബോധം വന്നിട്ടില്ല. ഈ സുബോധം കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അപ്പം ഇന്ന് 6000 ഭൂതം വിട്ടുപോയപ്പോഴാണ് ഇവന് സുബോധം വന്നത്. ഇവൻ യേശുവിൻ്റെ അടുക്കല് വസ്ത്രം ധരിച്ച് സുബോധം കൊണ്ട് ഇരുന്നതിനെ കുറിച്ച് അവിടെ പറയുകയാണ്. ഡെക്കപ്പലി നാട്ടിലെ ആദ്യത്തെ സുവിശേഷകനാണ് ഈ മനുഷ്യൻ. അവിടെ അവനവിടെ അന്ന് മുതൽ ഡെക്കപ്പലി നാട്ടില് അവന് സുബോധം കൊടുത്ത യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഞാനും പറയും, എനിക്കും സുബോധത്തിൻ്റെ കർത്താവാണ് തന്നത്. മുടിയപുത്രന് പന്നിക്കൂട്ടിൽ കിടന്നപ്പോഴാണ് സുബോധം വന്നത്. അപ്പൻ്റെ ഭവനത്തെ കുറിച്ച് ഓർത്തത്, അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത്. യേശുവോട് ചേർന്നേരെ പാലത്ര മോദമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവർക്കും കർത്താവെ ദൈവിക സുബോധം കൊടുത്തവർ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരായി മാറണം. കാരണം ഇന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് ശ്രമകരമായ ഒരു സംഭവമാണ് അനേകർക്ക്. കാരണം ഇപ്പോൾ ബോർ പരിപാടിയാണ്. എന്നാൽ ഇന്ന് സുബോധം വന്ന ദൈവമക്കൾക്ക് അതൊരു ബോറിംഗ് പരിപാടിയല്ല, അവർക്കത് സന്തോഷമാണ്. മറിയെ പോലെ നല്ല അച്ഛൻ തിരഞ്ഞെടുത്ത് കർത്താവ് പറഞ്ഞില്ലേ, അത് ആരും അവളിൽ നിന്ന് അപഹരിച്ചെടുക്കുകയും. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, യേശു ക്രിസ്തുവിന് നമ്മൾ ഹോസന്ന പാടുവാൻ വസ്ത്രം വിരിക്കണം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 8-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പൊ അവിടെ പറയുകയാണ്, നമുക്ക് സംഭവമൊക്കെ അറിയാം. ഓശാന ഞായറാഴ്ച സംഭവിച്ചതായ സംഭവം എല്ലാ കൊല്ലവും നമ്മളത് കൊണ്ടാടാറുണ്ട്, നല്ലത്. എന്നാൽ ഇവിടെ പറയുന്നു, യേശു ക്രിസ്തുവിന് നമ്മൾ ഹോസന്ന പാടുവാൻ നമ്മുടെ വസ്ത്രം വിരിക്കണം. അവർ വഴിയിൽ വിരിച്ചു എന്നാണ്, ആ വഴിയിൽ കൂടിയാണ് യേശു വന്നത്. ഇന്ന് വസ്ത്രം വിരിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യേശുവിന് വേണ്ടി നമ്മൾ നമ്മുടെ ഭവനങ്ങളൊക്കെ തുറന്നു കൊടുക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടെന്ന് എന്ത് ചെയ്യണം? ശ്രുതിയാക്കണം. അവിടെ യേശു ക്രിസ്തുവിന് നമ്മൾ ഹോസന്ന പാടണം. ഇവിടെ വലിയൊരു സംഭവം നടക്കുകയാണ്. അനേക ആയിരങ്ങൾ യേശു ക്രിസ്തുവിന് ഹോസന്ന പാടിയെങ്കിൽ പിറ്റേ ബുധനാഴ്ച സംഭവം എന്താണെന്ന് അറിയാമോ? അവർ തന്നെ യേശുവിനെ ക്രൂശിക്കുക എന്ന് പറയുവാനിടയായി. അതിൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട്. വായിക്കാം, മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ ബർബ്ബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്കുക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു. ഇവിടെ ഹോസന്ന ഞായറാഴ്ച യേശു ക്രിസ്തുവിന് മാത്രം ഹോസന്ന പാടിയവർ ഇപ്പോൾ പറയുകയാണ് യേശുവിനെ ക്രൂശിക്കാൻ. ഇതൊക്കെ നമ്മൾ ഓർക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതിനുള്ള പ്രസക്തി എന്താണ്? ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഹോസന്ന ഞായറാഴ്ച യേശുവിന് ഹോസന്ന പറയും, പിന്നെ നമ്മൾ പലർക്കും ഹോസന്ന പറയും. അത് കഴിയുമ്പോഴേ അനേകരുടെ ജീവിതത്തിലെ നോയമ്പ് വീടി കഴിയുമ്പോൾ പിന്നെ തിങ്കളാഴ്ച മുതൽ ഷാപ്പ് മുതലാളിക്ക് തൊട്ട് ഹോസന്ന പറയാൻ തുടങ്ങും, അല്ലേ? ഇവിടെ കണ്ടു, ഞായറാഴ്ച യേശു ക്രിസ്തുവിന് ഹോസന്ന പാടിയവർ എന്തുകൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കുക എന്ന് പറയാൻ കാരണം?
അവിടെ കണ്ടു യഹൂദ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചു. അപ്പം ഇന്നും ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു വ്യക്തി യേശുക്രിസ്തുവിന് മാത്രം ഹോസന്ന പാടുന്നത് ഇന്നും ചില സമുദായങ്ങളിലെ ചില മഹാപുരോഹിതന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവിടെ മർക്കോസിന്റെ ഒക്കെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അസൂയ നിമിത്തം മഹാപുരോഹിതന്മാർ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്നും യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടോ? നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. ദൈവപുത്രനെ ചവിട്ടുകളയും തന്നെ വിശുദ്ധീകരിച്ച നിയമ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാവും എന്ന് അവിടെ വിചാരിച്ചു. പൗലോസ് പറയുകയാണ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും നമ്മളെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷാവിധിയിലേക്ക് കടന്നു. പലർക്കും അറിയില്ല. എത്രയോ പേര് ക്രിസ്തുവിനെ നിന്ദിക്കാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്തുവിന് മാർത്തയുടെ മറയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല എന്ന് പറയാവുന്ന ക്രിസ്ത്യാനികളുണ്ട്. എന്തറിഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്? എന്താണ് അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? പറയുന്നത് ഒരു ലജ്ജയുമില്ല. ഒരിക്കലും ഒരാള്, ഞാൻ മാളികക്കടയിൽ കടയുണ്ടായിരുന്ന സമയത്ത് വന്ന്, ഈ നാട്ടുകാരനാണ്, അദ്ദേഹം ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുകയാണ്, യേശു ക്രിസ്തു കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തു. അതെന്തിനാണെന്ന് അറിയാമോ? അടിച്ച് ഫിറ്റായിക്കൊള്ളാൻ അതിന് വേണ്ടിയിട്ടാണല്ലോ. ആ മനുഷ്യന് ഏകദേശം 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സ്വദേശത്തെ മുഴുവൻ വിൽക്കേണ്ടതായിട്ട് വന്നു. ഒന്നും സ്വന്തമായിട്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുവാനിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം ഇവിടെയും അവിടെയും ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടു. ഒന്നുകൂടെ വാക്യം വായിച്ചാലും കുഴപ്പമില്ല. എബ്രായർ 10:23 നമ്മളെ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാവും എന്ന് വിചാരിച്ചു. നമുക്കറിയാം, നമ്മള് അരിഷ്ടനും മനസ്സ് തകർന്നവനും വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെയാണ് സ്വർഗം കടാക്ഷിക്കുന്നത്. നമ്മൾ ഈ ദൈവവചനത്തിന്റെ മുമ്പാകെ ഭയത്തോടും വിറയലോടും കൂടിയാണ് നിൽക്കുന്നത്. ദൈവവചനമെന്ന് ഇരുവായത്തിലുള്ള വാളാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാനിതിനെ ദൈവത്തിനോട് പ്രസംഗിക്കുമ്പോൾ ആ വാളുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ എന്നെ വെട്ടുകയാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ വെട്ടുകയാണ്. ഈ ദൈവവചനം ജീവനാണ്, ശക്തിയാണ്. എന്നാൽ അന്ന് അനേക ക്രിസ്തു മതത്തിലെ ആളുകൾ പോലും ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവരായി മാറുകയാണ്. ആ നിയമരക്തത്തെ മലിനമായി കാണുന്നവരാണ്. അനേകർ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരായി തീരുകയാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ 3 കൂട്ടം കാര്യങ്ങൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ദൈവപുത്രന്റെ മുന്നിൽ നമ്മളിന്ന് ആ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇന്ന് ആദരവോടെ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവേ, ആ നിയമരക്തം കർത്താവേ, നീ ക്രൂശിൽ ചൊരിഞ്ഞതായ പുണ്യാഹരക്തം, ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം, സാത്താനെ ജയിക്കുന്ന തിരുരക്തം, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സാക്ഷ്യവചനം കൊണ്ടും സാത്താനെ ജയിക്കുന്ന തിരുരക്തം, കർത്താവേ, കൃപയുടെ ആത്മാവിനെ കർത്താവെ, ഞങ്ങള് ആ ആത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. ഇന്ന് വെണ്മവസ്ത്രം കർത്താവ് നമ്മളെ ധരിപ്പിക്കാൻ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് കണ്ടത്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നമ്മൾ നമ്മുടെ വസ്ത്രം അലക്കി വെളുപ്പിക്കണം. 2, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ സുബോധം കൊണ്ട് വസ്ത്രം ധരിച്ച് വരണം. 3, യേശു ക്രിസ്തുവിന് നമ്മൾ ഹോശന പാടുവാൻ വസ്ത്രം വഴിയിൽ വിരിക്കണം. 4, മർക്കോസ് 5:28. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിന്റെ വസ്ത്രം തൊട്ട് സൗഖ്യം നേടണം. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാർത്ഥം കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി,
താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ നമുക്കറിയാം 12 കൊല്ലം രക്തസ്രാവക്കാരി സ്ത്രീയുടെ കാര്യമാണ്. അവൾ യേശുക്രിസ്തുവിന്റെ വർത്തമാനം കേട്ടു. അവൾ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിന്റെ വസ്ത്രം തൊടും, ഞാൻ രക്ഷപ്പെടും. അവൾ എന്ത് ചെയ്തു? യേശുക്രിസ്തു ആ വഴിയായി വരികയായിരുന്നു. അവൾ പുരുഷാരത്തിന് നടുവിലൂടെ നിന്ന് അവൾ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവൾ സുഖം പ്രാപിച്ചു. തൊട്ടിയോ പറയുന്നുണ്ട്, യേശുക്രിസ്തു നിന്നിട്ട് പറയണം, എൻ്റെ വസ്ത്രം തൊട്ടതാ, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ നിന്നും ശക്തി പുറപ്പെടുന്ന വിശ്വാസത്തിൽ തൊട്ടപ്പോൾ യേശുക്രിസ്തു അത് അറിഞ്ഞു. പുരുഷാരം യേശുക്രിസ്തുവിനെ തിക്കിത്തിരക്കുകയാണ്. അനേകം ആളുകൾ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തെ തൊടുന്നുണ്ട്. അവരാരും തൊടുന്നത് ഇപ്രകാരം രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തിലല്ലായിരുന്നു. എന്നാൽ ഒരുവള് മാത്രം അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊടും, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടപ്പോൾ അവളിലേക്ക് യേശുവിന്റെ ശക്തി വന്നതുപോലെ ഇന്നും ആ യേശുവിന്റെ ശക്തി, ഇന്ന് നമ്മുടെ കർത്താവ് ശക്തനാകുന്ന കർത്താവ്, സൗഖ്യം തരുവെന്നൊക്കെവണ്ണം ശക്തിയുള്ള കർത്താവ്, ആ സൗഖ്യമാക്കുന്ന കരം ഇന്നും നമ്മുടെ മധ്യത്തിൽ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്ന 4 കാര്യങ്ങളെ വേഗത്തിൽ പറഞ്ഞ് അവസാനിക്കട്ടെ. ഒന്നാമതായി ദൈവം ചെയ്യുന്ന കാര്യം, ദൈവം മുഷിഞ്ഞ വസ്ത്രം നീക്കി നമ്മളെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. സെക്രിയ പ്രവചനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ മുമ്പ് കണ്ടു. യോശുവ മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന് മുമ്പിൽ നിൽക്കുമ്പോൾ സാത്താൻ യോശുവ മഹാപുരോഹിതനെ കുറ്റം ചുമത്തിയെന്ന് വായിക്കാം. സെക്രിയ 3:4. അവൻ ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവേൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. യഹോവയുടെ സന്നിധിയിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് സാത്താൻ കുറ്റം ചുമത്തിയ യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം നമ്മുടെ കർത്താവ് നീക്കി നമ്മുടെ കർത്താവ് ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. കുഞ്ഞാടതേൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതേൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. ഓ തരുമെനിക്ക് കിരീടമെന്ന് ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടമെന്ന് ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. ദൈവം നമ്മുടെയൊക്കെ മുഷിഞ്ഞ വസ്ത്രം നീക്കി നമ്മളെ എന്ത് ചെയ്യും? ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. രണ്ടാമതായി ദൈവം നമ്മുടെ വസ്ത്രത്തിൽ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. 45-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. 45-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. അവിടെ പറയാം, ദൈവം നമ്മുടെ വസ്ത്രത്തെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം. പാട്ടുകാരൻ പാടിയ പാട്ട് ഓർക്കുന്നു. കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം പകർന്ന് ശത്രുമധ്യേയും തല ഉയർത്തി, ശത്രുമധ്യേയും തല ഉയർത്തി നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേടുമോ. കൂട്ടുകാരൻ ഫലമായി എന്നെ ആനന്ദതൈലം പകർന്നു ശത്രുമധ്യേയും തല ഉയർത്തി. ഇന്നും ഈ ആനന്ദതൈലം കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ
എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ശത്രുക്കൾ മുൻപാകെ മേശി ഒരുക്കുന്ന ഒരു കർത്താവ്. ഒരു കാലത്തൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം പ്രാപിക്കാത്ത നാളുകളിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു ജയമെടുത്തുവെങ്കിൽ ഇന്ന് കർത്താവ് എന്നെ നിങ്ങളെ അഭിഷേകം ചെയ്യുമ്പോൾ 45-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. 45-ാം സങ്കീർത്തനം 13-ാമത്തെ. രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. നമുക്കറിയാം മണവാട്ടിയെ, ആ മണവാട്ടിമാരായി നമ്മൾ മാറാൻ പോവുകയാണ്. അവളെ രാജസന്നിധിയിൽ കൊണ്ടുവരികയാണ്. രാജാവ് കല്യാണം കഴിക്കാൻ പോവുകയാണ്. നമുക്ക് ഇനി മൂന്നാമതായി ദൈവം ചെന്ന കാര്യം വെളിപ്പാട് പുസ്തകം 19-8. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാമത്തെ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി. കുഞ്ഞാടിന്റെ കല്യാണം വന്നുമല്ല, തങ്ങളുടെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ കാന്തയ്ക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ വിശേഷ വസ്ത്രം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളില് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നുണ്ട്, വസ്ത്രത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 2 വസ്ത്രം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ശമ്പളം മതിയെന്ന് വെക്കണം, ബലാത്കാരം ചെയ്യരുത്, ചതിയായിട്ടൊന്നും വാങ്ങരുത്. ഞാൻ 4-മതായി ദൈവം ചെന്ന കാര്യം പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 11-ാമത്തെ. മത്തായിയുടെ സുവിശേഷം. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. അവിടെ എന്താണ് പറഞ്ഞത്? കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരാള് കല്യാണശാലയിൽ. അതിന്റെ 1-ാമത്തെ വാക്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട്. അവിടെ പറയുകയാണ്, സ്വർഗരാജ്യം തന്റെ പുത്രന് കല്യാണ സദ്യ നടത്തിയ രാജാവ് കുഞ്ഞാടിന്റെ കല്യാണം നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കാന്തയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് കല്യാണ വസ്ത്രം ധരിക്കാത്ത മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവനെ കയ്യും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന്. ഞാനിങ്ങനെ എൻ്റെ പൊട്ടബുദ്ധിയിൽ ആദ്യം ചിന്തിച്ചത് എന്നാന്ന് പറയട്ടെ, അയ്യോ ഈ പുള്ളിക്ക് പാവപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ടാണ് കല്യാണ വസ്ത്രം ഇല്ലാതെ വന്നത്. ഈ രാജാവ് ഇങ്ങനെ കാണിക്കാതെ ഒരു കല്യാണ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുത്താൽ പോരാന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തായിരുന്നു. എന്നാലേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. മുമ്പേ നമ്മൾ കണ്ടില്ലേ, കാന്തയ്ക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കാൻ ദൈവം കൃപ തരും. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. നമുക്കറിയാം, ധനവാൻ ലാസർ ഭൂമിയിലെ ധനവാന് ഈ കല്യാണ വസ്ത്രം ലഭിച്ചില്ല. ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധനാകുവാൻ, യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്തത്തിൻ്റെ അടുക്കിലേക്ക്, ക്രൂശിച്ചൊരിഞ്ഞ രക്തത്തിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം കടന്നു വന്നില്ല. അതിൻ്റെ ആവശ്യം തോന്നിയില്ല. അദ്ദേഹം അനേക നീതി പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. യെശയ്യാപ്രവചനം 66 പറയുന്നില്ലേ, നിങ്ങളുടെയൊക്കെ നീതി പ്രവൃത്തികൾ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ കറ പെരുണ്ട തുണി പോലെയാണ്. എന്നാൽ എൻ്റെ നിങ്ങളുടെ നീതി പ്രവൃത്തികൾ കറ പെരുണ്ട തുണിയായിട്ടല്ല സ്വർഗം കാണുന്നത്. എന്നെ നിങ്ങളെയും യേശുവിൻ്റെ രക്തം കഴുകിക്കളഞ്ഞാൽ ഞാനും നിങ്ങളും പിന്നെ കർത്താവിൻ്റെ മുന്നിൽ പാപികളല്ല, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നീതി പ്രവൃത്തികളും നമ്മുടെ കല്യാണ വസ്ത്രമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നീതി പ്രവൃത്തികൾ എന്താണ്? കാന്തയ്ക്ക് ശുദ്ധമായ വിശേഷ വസ്ത്രം ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ ചെയ്യുന്ന സൽപ്രവൃത്തികളാണ്. ഈ കല്യാണ വസ്ത്രം ധരിക്കാത്ത മനുഷ്യൻ ആരാന്നറിയാമോ? ഇതൊന്നും
വേണ്ടാന്ന് വിചാരിച്ച് ജീവിച്ച നാളാണ്. നീ എങ്ങനെയാണ് ഇവിടെ കടന്നു വന്നത്? രാജാവ് അവനെ വിളിച്ചു സ്നേഹിത എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, അവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നിട്ട് പറയാണ്, വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇന്ന് ഈ വിളി തെരഞ്ഞെടുപ്പ് ഞാനും നിങ്ങളും ഉറപ്പാക്കണം. ഇവിടെ വെച്ച് തന്നെ ഉറപ്പാക്കണം. കാര്യം യേശുവിൻ്റെ രക്തത്തിൽ വസ്ത്രം അലക്കി വെളുപ്പിക്കണം. യേശുവിൻ്റെ അടുക്കൽ സുബോധം കൊണ്ട് വസ്ത്രം ധരിച്ച് ഞാനും നിങ്ങളും ആ തെക്കപ്പള്ളി നാട്ടിലെ മിഷണറിമാരെ പോലെ സുവിശേഷകരായി മാറണം. യേശു ക്രിസ്തുവിന് നമ്മൾ ഓശന പാടി നമ്മുടെ വസ്ത്രം വഴിയിൽ വിരിക്കണം. 4, യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം തൊട്ട് സൗഖ്യം നേടുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ നമ്മൾക്ക് ദൈവം മുഷിഞ്ഞ വസ്ത്രം നീക്കി ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് നമ്മുടെ വെള്ള വസ്ത്രം, നമ്മുടെ വസ്ത്രം ദൈവം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നമുക്ക് ശുഭ്രമായ വിശേഷ വസ്ത്രം, കല്യാണ വസ്ത്രം ധരിക്കാൻ ദൈവം കൃപ തന്ന് നമ്മളെ നടത്തും. ഈ കല്യാണ വസ്ത്രമില്ലാത്തവരെ സ്നേഹിത എന്ന് വിളിച്ചിട്ട് ഇരുട്ടുള്ള പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയും. നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഈ ഗതികേട് വരരുത്. എല്ലാവരും ഈ കല്യാണ വസ്ത്രമുള്ളവരായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒറ്റ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാൻ കുഞ്ഞുള്ളാൻ്റെ കടന്നു വന്ന് പ്രാർത്ഥിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ട് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം ചീട്ടിട്ടു. അടിതൊട്ട് മോള് വരെ ഒറ്റ വസ്ത്രമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അങ്കി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു? യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ അത് അവർ ചീട്ടിട്ടെടുക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു കർത്താവ് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വരാൻ പോവുകയാണ്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കർത്താവിനോട് പാടാം. കർത്താവേ, ലോകെ ഞാനൻ ഓട്ടം തികച്ചു, ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗാംഗമേ വിരുദിനായി നീടും ഞാൻ മറുരു പാരമേശ്വരാജൻ സന്നിധം ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. സ്തോത്രം, 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 സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ വാത്സല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ അപ്പ പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവും വസ്ത്രവും എന്നുള്ള ടോപ്പിക്ക് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവെ ബലഹീനരായ അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം ക്രിസ്തുവിൻ്റെ വസ്ത്രം വെളുപ്പായി തിളങ്ങിയെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ, അനേക വസ്ത്രങ്ങളെ കുറിച്ച് കേൾക്കുവാനിടയായുള്ള കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പ വൈദ്യകീയ വസ്ത്രത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി, മുഷിഞ്ഞ വസ്ത്രത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി, വസ്ത്രം അഴിച്ച് കർത്താവെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായ അവസ്ഥയെക്കുറിച്ച് കേൾപ്പിക്കുവാനിടയായി. എന്നാൽ കർത്താവെ, ഇന്ന് ഞങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് മാറ്റമില്ലാത്ത തിരുവചനത്തിൽ കൂടി അടിയങ്ങളെ കേൾപ്പിച്ച ആ നല്ല കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. കർത്താവെ, ഞങ്ങൾ ഗോപുരങ്ങളിൽ കൂടി കടക്കേണ്ടതിനും ജീവന്റെ വൃക്ഷത്തിൽ ഞങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും മഹാകഷ്ടത്തിലായിരുന്ന ഞങ്ങളൊക്കെയും ഞങ്ങളുടെ വസ്ത്രം യേശുക്കുഞ്ഞാട് ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തം കൊണ്ട് അലക്കി വെളുപ്പിക്കണമെന്ന തിരുവചനത്തിൽ കൂടി മാറ്റമില്ലാത്ത തിരുവചനം
ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശു കർത്താവിൻ്റെ അടുത്ത് ഞങ്ങൾ സുബോധം കൊണ്ടും വസ്ത്രം ധരിച്ചും വരണമെന്ന് കൽപ്പിച്ചുള്ള കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആ സുബോധം തന്നിരിക്കാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു കുഞ്ഞാടിനും ഞങ്ങൾ കർത്താവെ ഹോശന്ന പാടിക്കൊണ്ട് വഴിയിൽ വസ്ത്രം വിരിച്ചു കൊടുക്കണമെന്ന് കൽപ്പിച്ചുള്ള കർത്താവേ, ഹല്ലേലൂയ. അപ്രകാരം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് ഞങ്ങൾ സുഖം പ്രാപിക്കണമെന്ന് കൽപ്പിച്ചല്ലോ. ഇന്നും യേശു കർത്താവ് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കാൻ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് വിശ്വാസത്തിന്റെ വാക്കുകളെ പറഞ്ഞുകൊണ്ട് കർത്താവെ സുഖം പ്രാപിച്ച് കടന്നു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രം നീക്കി ഞങ്ങളെ കർത്താവ് അവിടുന്ന് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് കൽപ്പിച്ചുള്ള കർത്താവെ, എൻ്റെ കർത്താവ് ഇന്ന് ഞങ്ങൾക്കൊക്കെയും ഉത്സവ വസ്ത്രം തന്ന കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കേൾപ്പിച്ച മട്ടമില്ലാത്ത വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാംസ പലകകളിൽ അടിയങ്ങൾ അത് എഴുതിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. ദുഷ്ടനത പെറുക്കിക്കളയുവാനിടയാകരുതേന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങൾക്ക് അവിടുന്ന് ഉത്സവ വസ്ത്രം ധരിക്കുവാനുള്ള കൃപ തരുമെന്ന് കൽപ്പിച്ചുള്ള കർത്താവെ, ഉത്സവ വസ്ത്രം ഇല്ലാത്തവന് സ്നേഹിത എന്ന് വിളിച്ചിട്ട് ഏറ്റവും ഇരുട്ടുള്ള ആ കർത്താവെ ആ ഇരുട്ടിലേക്ക് കാലും കൈയും കെട്ടി ഞങ്ങളെ തള്ളിക്കളയുമെന്ന് കൽപ്പിച്ചുള്ള കർത്താവെ. എന്നാൽ ഇന്ന് കർത്താവ് തരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുവാൻ ഞങ്ങളുടെ വസ്ത്രത്തെ കർത്താവ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അത് പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ ആഴത്തിൽ നിന്ന് വിളമ്പി തരുവാൻ കർത്താവ് മോനിച്ചാനെ ബലപ്പെടുത്തിയ കൃപകളെ ഓർത്തു സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത് ഞങ്ങളുടെ ആരുടെയും കഴിവെല്ലാം എടുക്കല്ലപ്പ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പുത്രനെ തന്ന് സ്നേഹിച്ച സ്നേഹത്തിന്റെ കർത്താവെ അതാണെന്ന് അത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. എന്നാൽ ശാരീരികമായിരിക്കുന്ന ബലഹീനതകളിൽ നിന്ന് മകനെ അവിടുന്ന് ക്രൂശിന്റെ മറവില നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വചനം വിളമ്പുവാൻ അവിടുന്ന് കൃപ കൊടുത്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കടന്നു വന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ മാംസ പലകകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി വചനങ്ങളൊക്കെ എഴുതി തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇത് അനേകർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കർത്താവെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വരവിനോളം കർത്താവെ ഞങ്ങളുടെ വസ്ത്രം മലിനമാകാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുക കർത്താവെ, പിരിയാത്ത സാന്നിധ്യം അടിയങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കെട്ടിത്തരമല്ലമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശദീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, നിങ്ങളുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ അക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടങ്ങുന്ന ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, പിന്നെയോ ദുഷ്ടവും ഞങ്ങളെ വിളിപ്പിക്കണമേ. നമ്മുടെ രാജ്യവും ശക്തിയും മഹത്വവും നീ കൊടുത്തിട്ടുള്ളതാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങളെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോ